ഏതാണ്ട് തമിഴ്നാട് ഗവൺമെന്റ് നിയമസഭ പാസാക്കിയ 12ഓളം നിയമങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗതികെട്ടിട്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കഥയിൽ പക്ഷേ അപസർപ്പക നോവലിൽ എന്നതുപോലുള്ള സന്ദർഭങ്ങളെ അദ്ദേഹം അടുക്കി വെച്ചിരിക്കുന്നു. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത പ്രധാനമന്ത്രി അടക്കം ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ചുമതലയേൽക്കുന്ന ഗവർണർമാരും രാഷ്ട്രപതിയും അടക്കമുള്ള ആളുകൾ ഭരണഘടനയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ ഇടപെടാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ യൂട്യൂബിലെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. BJPയുടെ ഇന്റലക്ച്വൽ വിങ് മേധാവിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉപമേധാവിയോ എന്താണെന്ന് അറിയില്ല, TG മോഹൻദാസിൻ്റെതായി വന്ന ഒരു വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. പത്രിക എന്ന് പറയുന്ന ഒരു ഹെഡറിലാണ് അത് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പരാമർശിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്ത ഒരു കേസിന് അനുകൂലമായി സുപ്രീം കോടതി ഗവർണറുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടും ഗവർണർക്ക് ഒരു നിയമം വെച്ച് താമസിപ്പിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുമൊക്കെ നൽകിയ ഒരു വിധിയെ തുടർന്നുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തുടങ്ങിയ വീഡിയോ പിന്നീട് പോകുന്നത് അങ്ങനെ കാട് കയറി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വിട്ടുപോകുന്ന രീതിയിലേക്ക്, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വലിയ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് കഥയാണ്, അത് മുന്നോട്ട് വെക്കുന്നത് ഒരു കഥയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആ കഥയിൽ പക്ഷേ അപസർപ്പക നോവലിൽ എന്നതുപോലുള്ള സന്ദർഭങ്ങളെ അദ്ദേഹം അടുക്കി വെച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യം തമിഴ്നാട് പോകുന്നു, ബംഗാൾ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ. ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത് 142 ആർട്ടിക്കിൾ 142 അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്ത ഒരു ഹർജി തീർപ്പാക്കിക്കൊണ്ട് വിധിച്ച ഒരു വിധിയാണ്. ഗവർണർമാർ തങ്ങളുടെ തന്നിഷ്ടപ്രകാരം ഭരണഘടന അനുവദിക്കുന്ന സമയപരിധി സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശമില്ല എന്നതിൻ്റെ പേരിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ, അവർക്ക് സ്വയം നിർണയാവകാശം ഉണ്ട് എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് തമിഴ്നാട് ഗവൺമെന്റ് നിയമസഭ പാസാക്കിയ 12ഓളം നിയമങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗതികെട്ടിട്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അത് വളരെ ഗൗരവമായി പരിശോധിക്കുകയും, ജനാഭിലാഷമാണല്ലോ ജനപ്രതിനിധി സഭയിൽ നിയമസഭയിലൊക്കെ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ആ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ എന്തെങ്കിലും ഭരണഘടനാപരമായ പോരായ്മകളോ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ പാകപ്പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ അത് പരിഹരിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള അവകാശം, ഗവൺമെന്റിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്. അത് ആ ഗവർണറുടെ നോട്ട് പരിശോധിച്ച് അതിൽ അപാകതയില്ല എന്ന് വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് വിലയിരുത്തി വീണ്ടും ഗവർണർക്ക് തന്നെ തിരിച്ചയച്ചാൽ അതിൽ ഗവർണർ ഒപ്പിടണം എന്നതാണ് ഇതുവരെ രാജ്യം പുലർത്തി പോന്നിട്ടുള്ള, എല്ലാ സംസ്ഥാനങ്ങളിലും നിയമിതരായിട്ടുള്ള ഗവർണർമാർ പാലിച്ചു പോന്നിട്ടുള്ള കീഴ്വഴക്കം. അതല്ലെങ്കിൽ ഭരണഘടനാപരമായ കൂടുതൽ എന്തെങ്കിലും പരിശോധന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കുമൊക്കെ വ്യാപിക്കുന്ന വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. രാഷ്ട്രപതിക്കും ഇതേപോലെ കാലാകാലം ഒരു നിയമം അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നതിന് കാലതാമസം വരുത്തുന്നതിനുള്ള സമയപരിധിയൊന്നും ഭരണഘടനാപരമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ആ നിയമത്തിൻ്റെ സജീവതയുണ്ടല്ലോ, ആ നിയമത്തിൻ്റെ അന്തസത്തയുണ്ടല്ലോ, അത് ഒരു സംസ്ഥാനത്തെ ജനതയുടെ അഭിലാഷം അവിടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾ നടപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ അത് പാസ്സാക്കി കൊടുക്കുകയാണ് പതിവ്. എന്നാൽ BJP അധികാരത്തിലിരിക്കുന്ന ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രയാസം എന്ന് പറയുന്നത്, ഇത്തരം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഗവർണർമാരെ നിശ്ചയിച്ചുകൊണ്ട് ഗവർണർമാരിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഇടപെടുകയും അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവിടെ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് അനിശ്ചിതമായ കാലഗണന നിശ്ചയിക്കുകയും ഒരിക്കലും അത് പാസ്സാക്കിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് സ്വാഭാവികമായും സുപ്രീം കോടതി പരിശോധിച്ചപ്പോൾ ശരിയാണ്,
ആർട്ടിക്കിൾ 142 എന്ന് പറയുമ്പോൾ ഇവിടെ നിലവിലുള്ള സംവിധാനം നീതി നടപ്പാക്കുന്നില്ലെങ്കിൽ ആ നീതി നടപ്പാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്ന് ആർട്ടിക്കിൾ 142 പറയുന്നുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പറയുന്ന തരത്തിൽ ഗവർണർമാർക്ക് നിയമം പാസാക്കിയ നിയമം അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നതിനുള്ള കാലപരിധിയും, അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ പോലും 3 മാസത്തെ കാലാവധി കൊണ്ട് അത് നിയമമാക്കി അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലേക്കൊന്നും ടി.ജി. മോഹൻദാസ് കടക്കുന്നില്ല, അതിൻ്റെ മെറിറ്റിലേക്ക് പോലും കടക്കുന്നില്ല. എന്തുകൊണ്ട് ഈ പറയുന്ന നിയമങ്ങൾ ഒപ്പിടാതെ ഗവർണർമാർ പിടിച്ചുവെച്ചു എന്ന ചോദ്യത്തിന് ടി.ജി. മോഹൻദാസിന്റെ വീഡിയോയിൽ ഉത്തരമില്ല. പിന്നീട് അദ്ദേഹം പോകുന്നത് തമിഴ്നാടും ബംഗാളും ഒക്കെ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നതിന് ഈ നിയമം ഉപയോഗിച്ചേക്കാം, അതിന് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് വെച്ചിട്ടുള്ള ഒരു കമ്മീഷനെ അദ്ദേഹം പരാമർശിക്കുന്നു. ആ കമ്മീഷൻ വെച്ചിട്ടുണ്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട ഭരണപരമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുനർനിർവചനം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പഠിക്കാനും 2 വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഒക്കെയായി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ എങ്ങാനും വന്നാൽ, പണ്ടൊരു കഥയുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ തന്നെ കുടയെടുത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് നമ്പൂതിരിയോട് ചോദിച്ചപ്പോൾ നമ്പൂതിരി പറഞ്ഞ തുടലറ്റുപോവുകയും പുഴ വറ്റിപ്പോവുകയും ചെയ്ത് നായ ആ പുഴ കടന്ന് ഇപ്പുറം വന്ന് എന്നെ കടിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ കുട ഇപ്പോൾ തന്നെ അടിക്കാൻ തയ്യാറായി പിടിച്ചിരിക്കുന്നത് എന്ന് പണ്ട് ഒരാൾ പറഞ്ഞതുപോലെയാണ് ഇപ്പം ടി.ജി. മോഹൻദാസ് പറയുന്നത്. 2 വർഷത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെയായിരിക്കും വരിക. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പ്രാതിനിധ്യ ജനാധിപത്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് 142 ആർട്ടിക്കിൾ പ്രയോഗിച്ച് പുറപ്പെടുവിച്ച വിധിയുടെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തമിഴ്നാട് നിയമസഭ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ തീരുമാനമെടുത്തേക്കാം. അവ പെട്ടെന്ന് തന്നെ ചൈനയുടെ പിന്തുണ തേടിയേക്കാം, ചൈന സൈനിക സഹായവുമായി വന്നേക്കാം. ഇങ്ങനെ തുടങ്ങി അങ്ങനെ പോവുകയാണ്. ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആയുധങ്ങളുടെ ബലാബലം, ഇങ്ങനെ തുടങ്ങി നിരവധിയായ സാങ്കല്പിക ലോകത്തിലൂടെ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന ഇന്റലക്ച്വൽ ലീഡർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഇന്ത്യ എന്താണ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നേയില്ല. 10, 100, 200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 10, 100, 150 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നത് മറ്റൊരു ഭാഷ, മറ്റൊരു വസ്ത്രധാരണം, മറ്റൊരു ഭക്ഷണ രീതി, മറ്റൊരു കെട്ടിട നിർമ്മാണ രീതി, മറ്റൊരു പ്രകൃതിയുടെ സ്വഭാവം, ഇങ്ങനെ തുടങ്ങി വൈവിധ്യങ്ങളുടെ 100 വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യമെന്നും. ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ രൂപീകരിക്കുമ്പോൾ തന്നെ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംജ്ഞ രൂപപ്പെടുത്തുമ്പോൾ തന്നെ ഏതാണ്ട് 600 ചില്ലുവാനും നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടും അവിടെയൊക്കെ ഇതേപോലെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റുകൾ, രാജഭരണമാണെങ്കിലും ഗവൺമെന്റുകൾ നിലനിന്ന ഒരു ദേശമാണ് ഇന്ത്യ. അവയെല്ലാം ചേർന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള നിലയിലാണ്, എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു യൂണിയൻ എന്നുള്ള നിലയിലാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രം രൂപീകരിച്ചിട്ടുള്ളത്. അവിടെ 100 കണക്കിന് ഭാഷകളുണ്ട്, 100 കണക്കിന് ജാതികളുണ്ട്, പലതരത്തിലുള്ള മതങ്ങളുണ്ട്, പലതരത്തിലുള്ള വംശങ്ങളുണ്ട്. നരവംശാസ്ത്രത്തിലെ എല്ലാ മാതൃകകളും എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ പോലൊരു രാജ്യത്താണ്. അപ്പം അങ്ങനെ വൈവിധ്യങ്ങളുടെ നീണ്ട കലവറയായിട്ടുള്ള ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻക്ലൂസീവ് തോട്ട് എന്ന് പറയുന്ന ഒരു സംജ്ഞയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആ ഭരണഘടന ഇത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാ വംശങ്ങൾക്കും, വർഗങ്ങൾക്കും, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കും ഒരുമിച്ച് കഴിയാൻ ഇതെൻ്റെ കൂടി രാഷ്ട്രമാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ലോകത്തിലെ തന്നെ മറ്റേതൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഔന്നത്യത്തിലുള്ള ഒരു ഭരണഘടന രൂപീകരിച്ചുകൊണ്ടാണ് ഈ രാജ്യം 75 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ജസ്റ്റിസ് ചെലമേശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത പ്രധാനമന്ത്രി അടക്കം ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ചുമതലയേൽക്കുന്ന ഗവർണർമാരും രാഷ്ട്രപതിയും അടക്കമുള്ള ആളുകൾ ഭരണഘടനയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ ഇടപെടാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് ചെലമേശ്വർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പമല്ല ഇന്ത്യ എന്നെങ്കിലും BJPയുടെ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യം, ഒരു നിയമം,
ഒരു രാജ്യം, ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞ് എല്ലാറ്റിനെയും ഒറ്റക്കല്ലിൽ തീർത്തൊരു ശില്പത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ, അതിൻ്റെ സ്വരൂപത്തെ വിളക്കിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പോരായ്മയാണ്, അവരുടെ കാഴ്ചപ്പാടിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തിയ രാജ്യമാണ്. ആ നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യ കണ്ടെത്തുന്ന യൂണിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെല്ലാവരും സമ്മേളിക്കുന്നത്. അതല്ലാതെ ഇവിടെയുള്ള എല്ലാ വൈജാത്യങ്ങളെയും, എല്ലാ വൈരുദ്ധ്യങ്ങളെയും, എല്ലാ വൈവിധ്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഏകാത്മകതയിലേക്ക് ഇന്ത്യക്ക് സഞ്ചരിക്കാനാവില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല. ടി.ജി. മോഹൻദാസിന്റെ ഈ കഥ കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല. തമിഴ് ജനത എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ വികസനത്തിനും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജനതയാണ്. ഇന്നീ പറയുന്ന ഈ നിയമം ഉണ്ടാക്കുന്ന ഏകരാജ്യം, ഏകഭാഷ, ഏക നിയമം, ഏകമതം എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും വലിയ പങ്കൊന്നും വഹിക്കാത്ത ആളുകളാണ്. പക്ഷേ കപ്പലോട്ടിയ തമിഴം മുതൽ സുബ്രഹ്മണ്യ ഭാരതി മുതൽ അങ്ങനെ തുടങ്ങി രാജാജി മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനു വേണ്ടി ജീവത്യാഗം ഉൾപ്പെടെ ചെയ്ത തമിഴ് ജനതയുടെ ചരിത്രം. അതോടൊപ്പം തന്നെ 4000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഭാഷ, അതിൻ്റെ സംസ്കാരം, അതൊക്കെ അതിൽ അഭിമാനം കൊള്ളുന്ന ജനതയാണ് തമിഴ് ജനത. നിങ്ങൾ ടി.ജി. മോഹൻദാസ് പറയുന്നുണ്ട്, അവർ ഈ രീതിയിൽ പോയാൽ നീറ്റ് പരീക്ഷകൾ വേണ്ടെന്ന് വയ്ക്കും, അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അവർ അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു അടിച്ചേൽപ്പിക്കലിൻ്റെ ഭാഷയിലാണ് ടി.ജി. മനസ്സിലാക്കേണ്ടത്. ആ അടിച്ചേൽപ്പിക്കൽ അനുവദിക്കുന്ന ഒരു സമൂഹമല്ല തമിഴ് ജനത. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും ഒക്കെ ഉള്ളവരാണ്. അതിനെ നമ്മൾ ഇന്ത്യയോടൊപ്പം വിളക്കിച്ചേർക്കുക, ഒരുമിപ്പിക്കുക, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുക എന്നതാണ് അനിവാര്യമായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനത ഞാനും ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യയുടെ ഭാഗമാണെന്ന മണിപ്പൂരിലെ ജനത വിശ്വസിക്കാവുന്ന തരത്തിൽ മെയിൻലാൻഡിൽ പെടുന്ന ഈ പറയുന്ന ഭരണാധികാരികൾ ശ്രമിക്കുന്ന പോലുമില്ല, അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നതാണ് അവസ്ഥ. അങ്ങനെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? തമിഴ്നാടിനെ അകറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാട് വിഘടനവാദം പറയുകയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തമിഴ് ജനതയെ ഇന്ത്യയോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുമോ? ഇല്ല. തമിഴ് ജനതയോട് ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്കൃതി എന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ഏത് ജനതയാകട്ടെ, തമിഴ് ജനതയാകട്ടെ, വങ്ക ജനതയാകട്ടെ, ഇനി പഞ്ചാബികളാകട്ടെ, ഏത് ജനതയാകട്ടെ, അവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ അവരെല്ലാം ഈ രാജ്യം പരിഗണിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന തരത്തിൽ ഒരു ഏകാത്മക രൂപത്തിലേക്ക്, ഏകാത്മക മാനവ ദർശനമാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഏകാത്മക മാനവ ദർശനം എന്ന് പറയുന്നത് ആ നാനാത്വത്തിലെ ഏകത്വം കണ്ടെത്തുന്ന രീതിയിലുള്ളതല്ല എന്നാണ് അവരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നാനാത്വത്തിലെ ഏകത്വം, വൈവിധ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു യോജിപ്പുണ്ടല്ലോ, ആ യോജിപ്പാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധികാര പ്രയോഗങ്ങൾ സംസ്ഥാനങ്ങളെ, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനാഭിലാഷങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തട്ടിക്കളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം അതൊക്കെ അലമാരയിൽ സൂക്ഷിക്കാം എന്ന് കരുതുന്ന ഗവർണർമാർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിയുടെ ഷോക്കിൽ നിന്ന് ടി.ജി. മോഹൻദാസിന് മോചനം ലഭിക്കാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പുണ്ട്.